ഡമത്തെ വൈകുന്നേരം 7 മണി സമയം അമ്മ ഒന്ന് വിളിക്കും കൊന്ത പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിട്ട്. കേൾക്കുമ്പോ തന്നെ മടുപ്പ, അലർജിയാണ്. ഞാൻ കുഞ്ഞിലേക്കാണെങ്കിൽ ഓടിക്കളയും, അമ്മ പുറകെ നിന്ന് പിടിച്ചുകൊണ്ടുവരും. ശരിക്കും കാര്യം ഇപ്പോഴാണ് മനസ്സിലായത്. ഒരു ഇന്റേണിസ്റ്റ് ഡോക്ടർ ജോസ് ജോർജ് സയന്റിഫിക്കലി പ്രൂവ് ചെയ്ത കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. നീ എല്ലാ ദിവസവും കൊന്ത പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിന്നിൽ ശാരീരികമായിട്ട് ഉണ്ടാകുന്ന മാറ്റങ്ങൾ സോ വാസ്റ്റ്. ഒന്നാമത്തത്, നിനക്ക് ബ്രീത്തിങ് ഇഷ്യൂസ് ഉണ്ടാകത്തില്ല, ഹാർട്ട് ബീറ്റ് വേരിയേഷൻ ഉണ്ടാകത്തില്ല, ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആയിരിക്കും. അത് മാത്രമല്ല ബ്ലഡ് പ്രഷർ ഉണ്ടാകത്തില്ല, ബ്ലഡിൽ ഓക്സിജൻ അളവ് ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കും. സയന്റിഫിക്കലി പ്രൂവ്ഡാണ്, ഞാൻ ഏറിൽ നിന്ന് സംസാരിക്കുന്നതല്ല. അത് മാത്രമല്ല കൊന്ത പ്രാർത്ഥിക്കുന്നവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സോ ഹ്യൂജ്. അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റി പഠനം നടത്തിയത് 63% ആൾക്കാരും കൂടുതൽ സമാധാനത്തോടും സന്തോഷത്തോടും ജീവിക്കുന്നു എന്നതാണ് സ്റ്റഡി. വെറുതെ എടുത്തു പറയുന്നതല്ല, മനസ്സിലായോ? ഈ കൊന്ത എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പ്രാർത്ഥന മാത്രമല്ല, ഒരു ഫിസിക്കൽ മെഡിസിൻ കൂടിയാണ്. സോ കൊന്തയുടെ മാസമാണ് ഒക്ടോബർ. നമ്മുടെ പിള്ളേർക്ക് അയച്ചു കൊടുക്കുക, ഒരു 10-20 മിനിറ്റ് അല്ലേ മുത്തേ, ജസ്റ്റ് പ്രാർത്ഥിക്കുക, അമ്മയുടെ കൂടെ ഇരിക്കുക, നന്മ നിറഞ്ഞ മറിയാമെന്ന് പ്രാർത്ഥിക്കുക. സോ പവർഫുൾ ആണ്. 1 മാസം കഴിഞ്ഞ് ഞാൻ പറയാം, നീ ആഗ്രഹിക്കുന്ന കാര്യം സംഭവിച്ചില്ലെങ്കിൽ ബ്രദറിന് മെസ്സേജ് ഇടും. ഇതെന്റെ കോൺഫിഡൻസ് അല്ല, മറിച്ച് എന്റെ അഹങ്കാരമാണ്. എന്റെ അമ്മ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്.